ഹലോ ഫ്രണ്ട്സ്. ജപ്പാനിലെ ഒത്താരു എന്ന സ്ഥലത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ ഒത്താരു സ്റ്റീം ക്ലോക്കിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ക്ലോക്കിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഇവിടെ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. അധികം പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലാത്ത ഈ ക്ലോക്ക് കനേഡിയൻ ശില്പിയായ റെയ്മണ്ടാണ് 30 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചത്. അദ്ദേഹം തന്നെ കാനഡയിൽ നിർമ്മിച്ചിരിക്കുന്ന മറ്റൊരു ക്ലോക്കിൻ്റെ സഹോദര നിർമ്മിതിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു ഇലക്ട്രോണിക് ക്ലോക്കാണ്. എന്നാൽ ഒരു പ്രത്യേക ഇലക്ട്രോണിക് മെക്കാനിസം ഉപയോഗിച്ച് വെള്ളത്തെ സ്റ്റീമാക്കി മാറ്റി ആ സ്റ്റീം ഉപയോഗിച്ച് ഓരോ 15 മിനിറ്റിലും ഒരു പ്രത്യേക മ്യൂസിക് നോട്ട് ഇത് പ്ലേ ചെയ്യുന്നുണ്ട്. ഈ ക്ലോക്കിന് മുകളിൽ 4 മൂലകളിലായി കാണപ്പെടുന്ന ചെറിയ പൈപ്പുകളിലൂടെ സ്റ്റീം പുറത്തുവിട്ടുകൊണ്ടാണ് ഇത് ഓരോ 15 മിനിറ്റിലും മ്യൂസിക് നോട്ട് പ്ലേ ചെയ്യുന്നത്. ഓരോ മണിക്കൂറിലും അത് എത്ര മണിക്കൂറാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി അത്രയും തവണ മുകളിൽ കാണുന്ന കുറച്ച് വലിപ്പം കൂടിയ പൈപ്പിലൂടെ സ്റ്റീം പുറത്തുവിട്ട് അത് ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഉദാഹരണമായി ക്ലോക്കിലിപ്പോൾ 11 മണിയാണ് സമയം. അതുകൊണ്ട് തന്നെ 11 തവണ സ്റ്റീം ആ വലിയ പൈപ്പിലൂടെ അത് പുറത്തുവിട്ട് 11 തവണ ശബ്ദമുണ്ടാക്കുന്നു.